വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഈ ആഴ്ചയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഈ ട്യൂസ്ഡേ, ഈ ചൊവ്വാഴ്ച കർത്താവ് ചിലരെ സ്പെഷ്യലി സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി കർത്താവിന് ചില നന്മകൾ നൽകുവാനും പകരുവാനും വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആമേൻ. ലൈക്ക് എ ന്യൂ ബോൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മദർ. നമുക്കിന്ന് കർത്താവിലേക്ക് വരാം. ഒരു ചെറിയ ശിശു, ഒരു പൈതൽ തൻ്റെ അമ്മയിൽ ആശ്രയിക്കുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് ലെറ്റ്സ് ബി ഡിപ്പെൻഡൻ്റ് അപ്പോൺ ഗോഡ് ദിസ് മോർണിംഗ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രാപിക്കാം. അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന വ്യക്തികൾ ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാലും, നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് അത് ഈ സമയത്ത് ലൈവ് ചാറ്റിലിടുക. ബ്ലെസ്സിങ് ടുഡേ TV-യിലൂടെ കാണുന്ന വ്യക്തികൾ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഹാർവസ്റ്റിൻ്റെ TV പ്ലാറ്റ്ഫോംസിലൂടെ കാണുന്ന വ്യക്തികൾ, അപ്പോൾ തന്നെ നമുക്ക് സ്പോട്ടിഫൈയിലും ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങിയുള്ള പോഡ്കാസ്റ്റിലെല്ലാം ഇത് ലഭ്യമാണ്. ഇതിലൂടെ കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും സ്പെഷ്യലി വെൽക്കം ചെയ്യുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വരാം. കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. ഇന്നത്തെ മെസ്സേജ് ഇസ് വെരി സ്പെഷ്യൽ. വൈ ആൻസേഴ്സ് ടു മൈ പ്രേയേഴ്സ് ആർ ഡിലേഡ്. നമ്മളിടയ്ക്ക് ചിന്തിക്കാറില്ലേ, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇത്തിരി ഡിലേസ് ഒക്കെ വരുന്നത്, ഇങ്ങനത്തെ ഡിലേസ് ഒക്കെ വരുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഉടനെ ഉത്തരം വരാത്തത്? ബ്രദർ ഡാമിൻ എപ്പോഴും പറയുന്നുണ്ട്, വൈകി വരുന്ന അനുഗ്രഹങ്ങൾ വലുതായിരിക്കുന്നു. എനിവേ, ഞാൻ മെസ്സേജിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. നിങ്ങൾക്കറിയാം, നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ കീ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് എറണാകുളത്ത് നിന്നുള്ളൊരു വെൽവിഷറാണുള്ളത്. നമുക്ക് ആ ഫാമിലിക്ക് വേണ്ടിയും സിസ്റ്ററിനും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് സ്പോൺസർ ചെയ്ത വെൽവിഷറിനെ ബ്ലെസ് ചെയ്യുന്നു. സിസ്റ്ററെ അനുഗ്രഹിക്കുന്നു. കർത്താവിന് സകല അനുഗ്രഹങ്ങളും വന്നു ചേരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് സിസ്റ്ററിൻ്റെ ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ പുതിയൊരു വാതിൽ തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ ദൈവിക കൃപ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു അത്ഭുതം ആ മകനെ ലൈഫിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവനൊരു ദൈവ പൈതലായി വളരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഇളയ മകൻ്റെ കൂടെ മാതാപിതാക്കൾ നിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കുടുംബത്തിൽ ദൈവിക സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും നിങ്ങൾക്ക് സ്ക്രീനിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം മീറ്റിങ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആണ്. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ഞങ്ങൾ ട്രിവാൻഡ്രം ജില്ലയിൽ വരുന്നതാണ്. സോ ഈ ശനിയാഴ്ച ഞങ്ങൾ വരുന്നു. സോ അതിലേക്ക് സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ടീമായി വന്ന് ശുശ്രൂഷിക്കുന്നതാണ്. തീർച്ചയായും കടന്നു വരിക. രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഓഗസ്റ്റ് 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അന്നത്തെ ദിവസം എല്ലാ വർഷവും പതിവുള്ളതുപോലെ ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ഡേ നടക്കുകയാണ്. അന്നത്തെ ദിവസം നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയക്കുക. അയച്ചു തരേണ്ട ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. പ്രാർത്ഥന വിഷയങ്ങൾ, ഫോട്ടോസ് എല്ലാം അയച്ചു തരിക. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ബ്രേക്ക് ത്രൂസ് ഫാമിലീസിലും കുടുംബങ്ങളിലും സംഭവിക്കാൻ പോവുകയാണ്. ആമേൻ. അപ്പോൾ തന്നെ നമ്മുടെ UK-യിലും US-ലെയും മീറ്റിംഗ്സ് സ്ക്രീനിൽ നിങ്ങൾക്ക് എപ്പിസോഡ് മുമ്പും പിൻപും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും അതിലേക്ക് നിങ്ങൾ വരിക. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾക്കൊരു പേഴ്സണൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കുക, ഒരു നോട്ട്ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. പ്രധാന ചില കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ കേൾക്കാൻ പോകുകയാണ്. ഒരല്പം കാപ്പിയോ ചായയോ ഒക്കെ എടുത്ത് വയ്ക്കുക. മറ്റുള്ളവരെ കൂടി വിളിക്കുക. വി ആർ ഗെറ്റിംഗ് റെഡി ടു റിസീവ് ഫ്രം ദ ലോർഡ്. ഇന്നലെ ഞാനൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് അവസാനിപ്പിച്ചത്. എത്ര പേർക്ക് നല്ല ഉത്തരം കിട്ടി? ചിലരുടെയൊക്കെ ഉത്തരവൊക്കെ ഞാൻ നോക്കി. ചിലരൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി അതൊന്ന് ചിന്തിക്കാം. യേശു കർത്താവ് വിശന്നിട്ട് ഒരിക്കൽ വഴിയാത്രയിൽ ഒരു അത്തിവൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് വലിയ പ്രതീക്ഷയോടുകൂടെ അതിലേതെങ്കിലും പഴം ഉണ്ടാകും, അത്തിപ്പഴം ഉണ്ടാകും എന്ന് വിചാരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ശോഭയായിട്ട് ഇലകളുണ്ട്, പക്ഷേ അതിൽ ഫ്രൂട്ട്സ് ഇല്ല. യേശു ഉടനെ അതിനെ ശപിച്ചു. എന്തുകൊണ്ടാണ് ശപിച്ചതിൻ്റെ കാരണം നമ്മൾ ഇന്നലെ കണ്ടു. നോർമലി ഇലയും ഫ്രൂട്ട്സും ഒരുമിച്ച് വരണം. ഇലയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഫ്രൂട്ട്സ് ഉണ്ടാകണമെന്നാണ്. അത് സീസൺ അല്ല എങ്കിൽ പോലും, സീസൺ അല്ലെങ്കിൽ ഇലയും പാടില്ല, ഫ്രൂട്ടും പാടില്ല. പക്ഷേ ഒരു കപടനാട്യക്കാരനെ പോലെ നിൽക്കുന്ന ജനങ്ങളെ, എനിക്ക് ഫലമുണ്ട്, ഞാനെന്തോ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുന്ന ആ വൃക്ഷം ഇനി അവിടെ നിന്ന്
വെറുതെ സ്ഥലം കളയണ്ട, മനുഷ്യരെ വഞ്ചിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് യേശു അതിനെ ശപിക്കുന്നു. ആ വശം നമ്മൾ ചിന്തിച്ചെങ്കിലും അടുത്തൊരു വിഷയം, മത്തായി പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ദ ട്രീ വിതേർഡ്. മർക്കോസ് പറയുന്നത് പിറ്റേ ദിവസം ആ വഴി പോകുമ്പോൾ അത് ഉണങ്ങിയതായിട്ട് കണ്ടു. നമുക്കുണ്ടായൊരു സംശയം ഇതാണ്, അപ്പോൾ തന്നെ ഉടനെ ഫുൾ ഉണങ്ങിപ്പോയോ അതോ പിറ്റേ ദിവസം ഒരു ഏകദേശം ഒരു 24 മണിക്കൂർ കൊണ്ടാണ് ഉണക്ക് ബാധിച്ചത്? എൻ്റെ ഉത്തരം രണ്ടും ശരിയാണ്. മത്തായി പറയുന്നതും ശരിയാണ്, മർക്കോസ് പറയുന്നതും ശരിയാണ്. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മത്തായി എഴുതിയിരിക്കുന്നത് 2 ദിവസത്തെ കാര്യങ്ങൾ ഒരുമിച്ച് കംപ്രൈസ് ചെയ്താണ് മത്തായി എഴുതിയിരിക്കുന്നത്. മർക്കോസ് അതിനെ 2 ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ കുറച്ചുകൂടി ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി പെട്ടെന്ന് ഉണങ്ങിയോ പിറ്റേ ദിവസം ഉണങ്ങിയോ എന്നുള്ളതാണ്. അതൊരു സ്ലോ പ്രോസസ്സായിരുന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിയോ? ഇതാണ് നമ്മുടെ സംശയം. ഉത്തരം രണ്ടും ശരിയാണ്. കർത്താവ് ശപിച്ച ഉടൻ തന്നെ അതിൻ്റെ റൂട്ടാണ് ഉണങ്ങിയത്. എന്നാൽ ആ ഉണക്ക് ബാധിച്ച് അവിടെ നിന്നും മുകളിലേക്ക് വന്ന് അതിൻ്റെ ഫുൾ അതിൻ്റെ വൃക്ഷത്തിൻ്റെ തടിയും ഇലകളുമെല്ലാം ഉണങ്ങാൻ ഏകദേശം 1 ദിവസം കൂടെ. ഇറ്റ് വാസ് എ പ്രോസസ്. ഉടൻ തന്നെ ഉണക്ക് തുടങ്ങി, പക്ഷെ അതിൻ്റെ പൂർണ്ണതയിലെത്തിയത് 1 ദിവസം കൊണ്ടാണ്. ഇതാണ് നമ്മൾ രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിന്നും ഒത്തിരി വലിയൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ചില സമയത്ത് വിശ്വാസത്താൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, പ്രവചിക്കുമ്പോൾ ഉടനെ തന്നെ ഒരു റിസൾട്ട് കണ്ടില്ലെങ്കിലും അതിൻ്റെ റൂട്ട് സിസ്റ്റത്തിൽ അത് ഏറ്റിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായി വിസിബിളായി വരാൻ ചില മണിക്കൂറുകളോ അല്പം സമയമോ എടുത്തെന്നിരിക്കും. പക്ഷേ ആക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ച പല കാര്യങ്ങൾ, പ്രവചിച്ച പല കാര്യങ്ങൾ, നിങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്തത്തിൽ പലതിൻ്റെയും പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് നിർത്തി നിരാശപ്പെട്ട് പൊക്കളയരുത്. അതിൻ്റെ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു, അതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിസിബിളായി കാണാൻ പോകുന്ന ഒരുപക്ഷെ അല്പം സമയമെടുത്തെന്നിരിക്കും. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് നിരാശപ്പെടരുത് എന്നൊരു വലിയ ഗുണപാഠമാണ് ഇതിനകത്തുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞു, കർത്താവ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ, എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാൽ, പ്രവചിച്ചാൽ, വാഗ്ദത്തമായി തന്നാൽ അതിന് ഒത്തിരി വശങ്ങൾ കാണും. അങ്ങനെയുള്ള ചില വശങ്ങൾ കൂടെ നമുക്ക് ഈ സമയത്ത് ചിന്തിക്കാം. അത്തി എന്ന് പറയുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പലപ്പോഴും യഹൂദൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ഒരു സിമ്പലാണ്. അത്തിവൃക്ഷം കാണിക്കുന്ന ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെയാണ്, ജനതയെയാണ്. അപ്പോൾ യേശു അത്തിവൃക്ഷത്തെ നോക്കി അതിൽ ഫലമില്ലാത്തത് കൊണ്ട് അതിനെ ശപിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ഒരർത്ഥം ഇതാണ്: കർത്താവ് ആ അത്തിയിൽ ഒരു ചുമ്മാ പ്രകൃതിയിൽ നിൽക്കുന്ന ഒരു വൃക്ഷം എന്നതിനപ്പുറത്ത് എവിടെയാണോ അവനായിരിക്കുന്നത് ആ ഇസ്രായേലിനെ കൂടെ ഉദ്ദേശിച്ചാണ്, അതിനു കൂടിയുള്ളൊരു വാർണിംഗ് ആയിട്ടാണ് കർത്താവ് അവിടെ ആ ശാപത്തെ നൽകുന്നത്. ഇന്നലെ നമ്മളൊരു സ്ട്രോങ് വാർണിംഗ് കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 15:6 നമ്മൾ കണ്ടു, എന്നിൽ വസിക്കാത്ത കൊമ്പൊക്കെയും വെട്ടി അത് ഫലം കായ്ക്കാത്തത് കൊണ്ട് തീയിലിട്ട് കളയും. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വാർണിംഗ് അല്ലേ? ഇതുപോലെ ഇസ്രായേൽ ദൈവം തന്നെ തിരഞ്ഞെടുത്തു. അനേക സ്ഥലങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്തിവൃക്ഷം കാണിക്കുന്ന യഹൂദനെ കുറിച്ച് ചില വചനങ്ങൾ വേണമെങ്കിൽ കുറിച്ച് വെക്കാൻ നമുക്ക് വായിക്കണമെന്നില്ല. ഏശയ്യാവിൻ്റെ പുസ്തകം 34 വചനം, യോവേൽ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം 7 മുതൽ 12 വരെ, ആമോസ് പ്രവാചകന്റെ പുസ്തകം 4:9, ഇവിടെയെല്ലാം യഹൂദൻ അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രം അത്തിവൃക്ഷത്തോട് ഉപമിച്ച് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ ഈ വചനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7 അധ്യായം 6-7 വചനങ്ങൾ വായിക്കുമ്പോൾ, he replied, Isaiah was right when he prophesied about you hypocrites. As it is written, these people honor me with their lips, but their hearts are far from me. They worship me in vain,
Their teachings are merely human rules. അവിടെ ഇന്നലെ ഞാൻ പറഞ്ഞു, ഈ അത്തിവൃക്ഷം ഒരു കാപട്യമുള്ളൊരു വൃക്ഷമാണ്. ഭയങ്കരമായ ഇലകളുമായി നിൽക്കുമ്പോൾ ആളുകൾ അട്രാക്റ്റഡായി അടുത്ത് വരുമ്പോൾ അതിൽ ഫലമില്ല. അപ്പോൾ ഫലമുണ്ട് എന്ന വ്യാജേന, എനിക്ക് ഭക്തിയുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് വിശുദ്ധിയുണ്ട്, എനിക്കെല്ലാം ഉണ്ടെന്ന വ്യാജേന ഇങ്ങനെ പ്രകടമായി നിൽക്കുകയും അടുത്ത് ചെല്ലുമ്പോൾ ഒന്നുമില്ലാതെ ഇരിക്കുന്നൊരനുഭവം വന്നാൽ അതിൻ്റെ മേലൊരു ശാപമുണ്ട്. നോക്കൂ, ഏശയ്യാവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നവിടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. അവരെന്നെ വൃഥാ ആരാധിക്കുന്നു, നമസ്കരിക്കുന്നു. അവരുടെ ഉപദേശം മുഴുവൻ സാധാരണ മാനുഷിക നിയമങ്ങളാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളല്ല അവർ പാലിക്കുന്നത്. ഇസ്രായേലിനെ കുറിച്ച് കർത്താവ് സങ്കടപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിന്നെങ്കിലും ദൈവത്തിൽ നകന്നു മാറി, ദൈവകൽപ്പനകൾ നകന്നു മാറി, പാരമ്പര്യങ്ങളിലേക്കും മാനുഷിക നിയമങ്ങളിലേക്കും അധപ്പതിച്ചപ്പോൾ, ഉദ്ദേശിച്ച ഫലം അവർ കായ്ക്കാതിരുന്നപ്പോൾ അതിൻ്റെ മേൽ ദൈവം ഒരു ശാപത്തെ വെച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ചരിത്രത്തിൽ ഉടനീളം നിരവധി രീതിയിൽ ആ രാജ്യം പീഡിപ്പിക്കപ്പെട്ടതും ഒക്കെ. എങ്കിലും ദൈവം അവരെ പൂർണ്ണമായി കൈവിട്ടിട്ടില്ല എന്ന് നമ്മൾ കാണുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6 മുതൽ 9 വരെ ഒന്ന് നോക്കാമോ? Then he told this parable. A man had a fig tree growing in his vineyard, and he went to look for fruit on it, but did not find any. So he said to the man who took care of the vineyard, for 3 years now I've been coming to look for fruit on this fig tree and haven't found any. Cut it down. Why should it use up the soil? Sir, the man replied, leave it alone for 1 more year, and I will dig around it and fertilize it. If it bears fruit next year, fine. If not, then cut it down. ഇതിനോട് ചേർത്ത് വെച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. യേശു വഴിയരികെയുള്ള അത്തിവൃക്ഷത്തെ ശപിക്കുന്നതും ഇതിൽ ഉപമയിൽ പറയുന്ന അത്തിവൃക്ഷവും, അതിൽ നല്ലൊരു അത്തിവൃക്ഷം ഭയങ്കരമായി ഒരു മുന്തിരിത്തോട്ടത്തിനകത്ത് വളർന്നു നിൽക്കുകയാണ്. അതിൻ്റെ ഉടമസ്ഥൻ വന്ന്, ആ മനുഷ്യൻ വന്ന് അതിൽ പഴം പറിക്കാൻ വന്നു. പക്ഷെ ഒന്നും തന്നെ അതിൽ കണ്ടില്ല. ഈ വഴിയരികിൽ നിൽക്കുന്ന വൃക്ഷം പോലെ തന്നെ ഈ ഉപമയിലും കാണാം. എന്നാൽ അവിടെ തോട്ടം നോക്കുന്ന സൂക്ഷിപ്പുകാരനോട് പറയുന്നു, ഇതിവിടെ നിന്ന് ചുമ്മാ സ്ഥലം കളയുന്നു, നമ്മുടെ കാശും പോകുന്നു, വെറുതെ അതിനെ വെട്ടിക്കളയാൻ പറഞ്ഞു. എന്നാൽ അയാൾ പ്ലീഡ് ചെയ്ത് പറഞ്ഞു, ഇപ്പോൾ വെട്ടല്ലേ, നമുക്ക് 1 വർഷം കൂടെ നോക്കാം, എന്നിട്ട് ഇല്ലെങ്കിൽ ഒന്നുകൂടി വളമിട്ട് കൊടുക്കാം, ഒന്നുകൂടി ചെയ്യാം. പക്ഷെ അതിന് ശേഷം അത് ഫലം കായ്ച്ചെന്നൊന്നും ആ ഉപമയിൽ പറയുന്നില്ല. ഇതുപോലെയുള്ളൊരു അനുഭവത്തിലാണ് ഇസ്രായേൽ ജനമായിപ്പോയത്. ഇത് ലോകത്തിലുള്ള മറ്റുള്ള സകല ജനതകൾക്കും എല്ലാവർക്കും ഒരു ഗുണപാഠം കൂടെയാണ്. ഇന്ന് പുതിയ നിയമത്തിലായാലും ദൈവത്താൽ വിളിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി, ക്രിസ്ത്യാനി എന്ന് പേരുണ്ട്, വിശ്വാസി എന്ന് പേരുണ്ട്. എന്നാൽ ഫലം കായ്ക്കാതെ പേരിൽ മാത്രം ക്രിസ്ത്യാനിയായി, വിശ്വാസിയായി, അല്ലെങ്കിൽ വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ടയാളായി, ദൈവപൈതലായി അറിയപ്പെടുകയും ശരിയായ ഫലം പുറത്തേക്ക് വരാതിരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് സമയം ദീർഘമാക്കി കുറേ നാൾ തന്നാലും യോഹന്നാൻ 15:6 നമ്മൾ കണ്ടതുപോലെ ഒരു ദിവസം അത് വെട്ടി തീയിലേക്ക് ഇടും. ഇത് ഞാനല്ലല്ലോ പറഞ്ഞത്, കർത്താവ് വ്യക്തമായി തൻ്റെ വചനത്തിൽ അത് എഴുതിയിരിക്കുന്നു. നമ്മൾ ഇതുവരെ കണ്ടത്, യേശു ഒരു അത്തിവൃക്ഷത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നു, ഫലം നോക്കുന്നു, പ്രതീക്ഷയോടെ ചെല്ലുന്നു, ഇല്ലാതെ പോകുന്നു. യേശുവിൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഫലം കായ്ക്കാതിരുന്ന വൃക്ഷത്തെ കർത്താവ് ശപിക്കുന്നു. ശപിക്കാനുള്ള കാരണം നമ്മൾ കണ്ടു. കൂടാതെ നമ്മൾ കണ്ടത് ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? പല തത്വങ്ങൾ അതിലുണ്ട്. അതിൽ ഒരു തത്വം, ഫലം കായ്ച്ചില്ലെങ്കിൽ ഫലം കായ്ക്കാത്ത സകലത്തിൻ്റെ മേലും ദൈവിക ശാപമുണ്ട്. കർത്താവ് എന്ത് ചെയ്താലും അതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. അവനൊരു പേർപ്പസ് ഉണ്ട്, അവനൊരു എക്സ്പെക്റ്റേഷനുണ്ട്, അവനൊരു എന്താണ് എന്നതിനെക്കുറിച്ചുള്ള
ഒരു ഗോൾ കർത്താവിന് അതിനകത്തുണ്ട്. എന്നാൽ അതില്ലാതെ വരുമ്പോഴാണ് അതിൻ്റെ മേൽ ശാപം വരുന്നത്. എന്നാൽ കർത്താവ് ഗ്രേസ് പീരിയഡ് തരും. ഒത്തിരി സമയം തന്ന് ദീർഘമാക്കി കൊണ്ടുപോകും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇസ്രായേലിൻ്റെ രാഷ്ട്രമാണെന്ന് നമ്മൾ കണ്ടു. ഒത്തിരി അവസരങ്ങൾ അവർക്ക് കൊടുത്തു നന്നാകാനും കർത്താവിലേക്ക് തിരിച്ചു വരാനും. പിന്നെ കർത്താവ് അവരെ മാറ്റി നിർത്തിയിട്ട് ജാതികളായ സകല ലോകത്തിലുള്ളവരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാകും. എന്നാൽ മറ്റൊരു കാര്യം കൂടി നമ്മളോട് മനസ്സിലാക്കേണ്ടത്, ഈ അത്തിവൃക്ഷത്തെ ശപിച്ച ആ കോണ്ടെക്സ്റ്റിൽ തന്നെ, സന്ദർഭത്തിൽ കർത്താവ് ഒരു കാര്യം കൂടി ചെയ്തു, ഇതുമായി റിലേറ്റഡ് ആയിട്ട്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം ഇതിൻ്റെ തൊട്ടുപുറകെ 15 മുതൽ 17 വരെയുള്ള ഭാഗം നോക്കിയേ. On reaching Jerusalem, Jesus entered the temple courts and began driving out those who were buying and selling there. He overturned the tables of the money changers and the benches of those selling doves, and would not allow anyone to carry merchandise through the temple courts. And as he taught them, he said, "Is it not written, my house will be called a house of prayer for all nations? But you have made it a den of robbers." അത്തിവൃക്ഷത്തെ ശപിച്ച ഉടൻ തന്നെ കർത്താവ് ചെയ്തൊരു പരിപാടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ജെറുസലേം ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. ദേവാലയത്തിൽ ഭയങ്കരമായ കച്ചവടം നടക്കുകയാണ്. ദേവാലയത്തിനകത്ത് പോലും കച്ചവടങ്ങൾ നടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ യേശുവിന് ഭയങ്കരമായ ദേഷ്യമുണ്ടായി, കോപമുണ്ടായി. അവനവിടെ ചെന്ന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവരെല്ലാം അവൻ പുറത്താക്കുന്നു. ചില സ്ഥലത്ത് ചാട്ട ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അവിടെ മണി എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. അവരുടെ മേശകളൊക്കെ അവൻ മറിച്ചിട്ടു. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കാമോ, യേശു കർത്താവ് വയലൻ്റായി നിൽക്കുകയാണ്, അതിഭയങ്കരമായി. ഹി വാസ് ലൈക്ക് എ മാഡ് മാൻ. ദേവാലയത്തിനകത്ത് ദേവാലയം എന്തുദ്ദേശത്തിന് വേണ്ടി ഉണ്ടാക്കിയോ അതിന് വിപരീതമായി മാനുഷികമായ ലാഭേച്ഛയ്ക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അവൻ അതെല്ലാം ആക്ഷൻ എടുത്തു, തകിടം മറിച്ചു. എന്ന് മാത്രമല്ല, അതിന് ശേഷം അവൻ അവിടെ ടീച്ച് ചെയ്യാൻ തുടങ്ങി, ജനങ്ങളെ വിളിച്ച് ഉപദേശിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം, സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിട്ടില്ലയോ? ഇവിടെ നടക്കേണ്ടത് പ്രാർത്ഥനയാണ്. എന്നാൽ ദേവാലയത്തിനകത്ത് പ്രാർത്ഥനയല്ല ഇപ്പോൾ നടക്കുന്നത്, പകരം നിരവധിയായ കച്ചവടങ്ങൾ നടക്കുന്നു. നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. അതിനകത്ത് കള്ള കച്ചവടം വരെ നടക്കുന്നുണ്ട്. ജനങ്ങളെ പിഴിയുന്ന പലതും അതിനകത്ത് നടക്കുന്നതായി യേശു കണ്ടുപിടിച്ചു. അതുകൊണ്ട് അവൻ അതിനെ മുഴുവൻ ശുദ്ധീകരിക്കുന്നതായി കാണാം. അപ്പൊ അത്തിവൃക്ഷത്തെ ശപിച്ച ശേഷം നേരെ കർത്താവ് ചെയ്യുന്നത് ഇതാണ്. അപ്പൊ ഇത് ദേവാലയവുമായി അതിനൊരു ബന്ധമില്ലേ? അത്തിവൃക്ഷത്തെ ശപിക്കുന്നതും യെരൂശലേം ദേവാലയത്തിനകത്ത് നടക്കുന്ന ശുദ്ധീകരണവും പിന്നീട് നമുക്കറിയാം. അധികം താമസിയാതെ കർത്താവ് ഇങ്ങനെ വരെ പറഞ്ഞു, കല്ലിന്മേൽ ശേഷിക്കാതെ ഈ ദേവാലയം നശിക്കപ്പെടും. എന്ത് ഫലം കായ്ക്കാൻ വേണ്ടി ദേവാലയം ഇവിടെ ഉണ്ടാക്കിയോ അത് നടക്കാതെ, ഇലകൾ മാത്രമായി ഫലം കൊടുക്കാത്ത രീതിയിൽ നിൽക്കുന്ന ഈ ദേവാലയത്തിനും അത്തിവൃക്ഷത്തിന് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കാൻ പോകുന്നു. അത് മുഴുവൻ AD 70 നശിപ്പിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. എന്താണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ആവർത്തിച്ച് ഇസ്രായേലിൻ്റെ രാഷ്ട്രം, ഈ ദേവാലയം, ഓരോ വ്യക്തികളും എടുത്താൽ ഓരോരുത്തരും ദൈവം ഉദ്ദേശിക്കുന്ന ഫലം പുറപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ മേൽ ഒരു ശാപമുണ്ട്. സൽപ്രവൃത്തികൾക്കായിട്ടത്രേ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 10:38 നമ്മൾ കാണുന്നത്, യേശു താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറച്ചു. അവൻ നന്മ ചെയ്തുകൊണ്ട് എല്ലായിടങ്ങളിലും സഞ്ചരിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. അതാണ് ഫലം നൽകുന്ന അവസ്ഥ. നമ്മിൽ ഫലം പുറപ്പെട്ടില്ലെങ്കിൽ ഇതുപോലൊരു ശാപമുണ്ടായിരിക്കും എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ അല്പം കൂടെ താഴേക്ക് ഇറങ്ങി വായിച്ചാൽ
മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 22 മുതൽ 24 വരെ. ഇതിനുശേഷം കർത്താവ് ഒരു കാര്യം ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനെക്കുറിച്ച്? വിശ്വാസത്തെക്കുറിച്ച്. പത്രോസ് കാണുന്നു ഈ അത്തിവൃക്ഷം ഇതാ ഉണങ്ങിപ്പോയിരിക്കുന്നു. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. സാധാരണ ഏതെങ്കിലും ഒരു വൃക്ഷം ഉണങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഇലകൾ ആദ്യം ഉണങ്ങും. ഇലകളെല്ലാം വാടി കരിഞ്ഞ് ചിലപ്പോൾ പൊഴിഞ്ഞു പോകും. എന്നിട്ട് ഇലകളില്ലാതെ വൃക്ഷവും ശിഖരങ്ങളും കമ്പും ഒക്കെ ആയിട്ട് ആദ്യം നിൽക്കും. അതിനുശേഷം അതും ഉണങ്ങി ഏറ്റവും അവസാനമായിരിക്കും അതിൻ്റെ വേരുണങ്ങുന്നത്. അത് മണ്ണിനടിയിലാണ്. പുറത്ത് നിന്ന് അകത്തേക്കാണ് സാധാരണ ഉണങ്ങുന്നത്. പക്ഷേ യേശു ശപിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വേര് ആദ്യം ഉണങ്ങി. അതിനുശേഷം ആ ഉണക്ക് മുകളിലേക്ക് വന്ന് ഇലകൾ വരെ സകലം ഉണങ്ങിപ്പോയി. നേരെ വിപരീതം നടന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എപ്പോഴും കർത്താവ് ട്രീറ്റ് ചെയ്യുമ്പോൾ, കർത്താവ് ആക്ഷൻ എടുക്കുമ്പോൾ എന്താണോ റൂട്ട് കോസ്, കാരണം എന്താണോ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എല്ലായ്പ്പോഴും കർത്താവ് അങ്ങനെ ചെയ്യും. ഒരാൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ ആ പുതിയ സൃഷ്ടിപ്പ് ആദ്യം തുടങ്ങുന്നത് ഏറ്റവും അകത്ത് നിന്നാണ്, ആന്തരിക മനുഷ്യനിൽ നിന്ന്, അല്ലെങ്കിൽ ആത്മാവിൽ നിന്നാണ് തുടങ്ങുന്നത്. ആത്മാവാണ് വീണ്ടും ജനിക്കുന്നത്. അതിനുശേഷം സോൾ പാർട്ട്, നമ്മുടെ ദേഹി പ്രാണൻ എന്നറിയപ്പെടുന്ന ഭാഗം. അതിനുശേഷം ഏറ്റവും അവസാനമാണ് ശരീരത്തിൽ അത് വെളിപ്പെടുന്നത്. ഇതുപോലെ കർത്താവ് എപ്പോൾ പ്രവർത്തിച്ചാലും ഏറ്റവും അകത്ത് നിന്നായിരിക്കും, ഉറവിൽ നിന്നായിരിക്കും, ഏറ്റവും അകത്തെ കോറിൽ നിന്നായിരിക്കും കർത്താവ് തൻ്റെ പണികൾ ആരംഭിക്കുന്നത്. ഓക്കെ, ഇവിടെ മർക്കോസ് 11:22 മുതൽ വായിക്കാം. Have faith in God, Jesus answered. Truly I tell you, if anyone says to this mountain, go, throw yourselves into the sea, and does not doubt in their hearts, but believes that what they say will happen, it will be done for them. Therefore I tell you, whatever you ask for in prayer, believe that you have received it, and it will be yours. ഇനിയാണ് ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. സംഭവങ്ങളുടെ കിടപ്പ് മനസ്സിലായോ? യേശു അത്തിവൃക്ഷത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നു, ഫലമില്ല, അതിനെ ശപിക്കുന്നു. ദേവാലയത്തെ കർത്താവ് ശുദ്ധീകരിക്കുന്നു. ആ ദേവാലയം പിന്നീട് ഈ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയതുപോലെ, ശപിക്കപ്പെട്ടതുപോലെ ആ ദേവാലയം തകർക്കപ്പെടുന്നു. അതിനുശേഷം ശിഷ്യന്മാരെ കർത്താവ് ഒരു ലെസൺ പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? ഹാവ് ഫെയ്ത്ത് ഇൻ God. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ചില ട്രാൻസ്ലേഷനിൽ പറയുന്ന ഹാവ് ദ ഫെയ്ത്ത് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരായി തീരുവൻ. ദൈവത്തിന് എന്ത് വിശ്വാസമുണ്ട് അതുപോലൊരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരാൻ. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് എ ഫെയ്ത്ത് ലെസൺ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ റാഡിക്കൽ ഫെയ്ത്തിനെ കുറിച്ചല്ലേ പറഞ്ഞത്? യേശു പറഞ്ഞു വരുന്നതെല്ലാം എന്തിനെക്കുറിച്ചാണ്? ഒരു അൺകോമൺ ഫെയ്ത്ത്. ഈ തലമുറയിൽ വിദ്യാർത്ഥിനികൾക്ക്, യുവാക്കന്മാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, അമ്മയപ്പന്മാർക്ക്, മുതിർന്നവർക്ക്, പ്രായമുള്ളവർക്ക്, പ്രായാധിക്യമുള്ളവർക്കെല്ലാം വേണ്ട ഒരു കാര്യമാണ് ദ ഫെയ്ത്ത് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. രണ്ട് രീതിയിലായാലും കുഴപ്പമില്ല, ഉണ്ടാകണം. എന്നിട്ട് കർത്താവ് ഒരു കാര്യം കൂടി പഠിപ്പിക്കുകയാണ്. ട്രൂലി ഐ ടെൽ യു, if anyone says to this mountain, ആരെങ്കിലും ഈ മലയോട്, go, throw yourself into the sea, and does not doubt in their heart, but believes that what they say will happen, it will be done for them. ഏതെങ്കിലും ഒരു മലയെ നോക്കി കടലിലേക്ക് ചാടിപ്പോക, കടലിലേക്ക് എറിയപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ, ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ അത് സംഭവിക്കും. 24 കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ. Therefore I tell you, whatever you ask for in prayer, believe that you have received it, and it will be yours. പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാൽ അത് കിട്ടി എന്ന് നിങ്ങളങ്ങ് വിശ്വസിക്കുക. നമുക്ക് ഭയങ്കര പ്രയാസമുള്ള കാര്യമായിട്ട് തോന്നും. പ്രാർത്ഥിച്ച് കയ്യിൽ വന്നിട്ടില്ല, പിന്നെ കിട്ടിയെന്ന് എങ്ങനെ വിശ്വസിക്കുന്നത്? കിട്ടിയാൽ പറയാൻ കിട്ടി. ഈ ദൈവഹിതമാണോ? കിട്ടുമോ? എന്ന് കിട്ടും? എങ്ങനെ കിട്ടും? ഒന്നും അറിയില്ല. പക്ഷേ ഹൃദയത്തിൽ സംശയിക്കാതെ ലഭിച്ചു എന്ന്
നിങ്ങൾ വിശ്വസിച്ചാൽ അത് നിങ്ങൾക്കുണ്ടാകും. എന്ന് അതിൻ്റെ സമയത്ത്, ദൈവിക സമയത്ത്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ഓർക്കുന്നുണ്ട്, യേശു അത്തിവൃക്ഷത്തെ ശപിച്ചപ്പോൾ മത്തായി പറയുന്നു ഉടൻ ഉണങ്ങിപ്പോയി. മർക്കോസ് പറയുന്നു പിറ്റേ ദിവസം അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് ഉണങ്ങിയതായിട്ട്. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? ഉടൻ തന്നെ ഉണക്ക് തുടങ്ങി. എവിടെ തുടങ്ങി? വേരിൽ തുടങ്ങി. ആ വേരിൽ നിന്ന് ഉണക്ക് മുകളിലേക്ക് വന്ന് ഇലകളിൽ എത്തിയപ്പോൾ ഒരുപക്ഷെ പിറ്റേ ദിവസമായി കാണും. പിറ്റേ ദിവസം ശിഷ്യന്മാർ ആ വഴി പോകുമ്പോഴ ഇന്നലെ യേശു ശപിച്ച ആ വൃക്ഷം ദാ ഉണങ്ങി ഫുൾ കരിഞ്ഞു നിൽക്കുന്നു. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയും, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന എന്തുമാകട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ബൈൻഡ് ചെയ്യുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ശപിക്കുമ്പോൾ സംഭവിക്കുന്നത് ഉടൻ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ റൂട്ട് സിസ്റ്റത്തിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അത് ഉണങ്ങി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരും. ഞാനിങ്ങനെ വിശ്വസിക്കുന്ന ഒരുപക്ഷെ അനേക വർഷങ്ങളായി നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ ടോർമെൻ്റ് ചെയ്യുന്ന, നിങ്ങളെ പീഡിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ വീടിനകത്തോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലോ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വിശ്വാസത്താൽ കൽപ്പിക്കാൻ തുടങ്ങുക. യേശു കൽപ്പിച്ചതുപോലെ, യേശു ശപിച്ചതുപോലെ ചിലതിനെയൊക്കെ ശപിക്കണമെന്ന് ഞാൻ പറയും. യേശുവിനെ ശപിക്കാമെങ്കിൽ കാണുന്നവരെല്ലാം ശപിക്കാനല്ല ഞാൻ പറയുന്നത്. എന്നാൽ ദേശത്തനേകർക്ക് ഒരു ശാപമായി നിൽക്കുന്ന, അനേകരെ തകർക്കുന്ന പലതും ദൈവമക്കൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ആ ശാപം ദേശത്ത് നിന്ന് മാറിപ്പോകും. ഒരുപക്ഷെ ക്രിമിനൽ ഒഫൻസ്, ഒരുപക്ഷെ ഒരു ദേശത്ത് മുഴുവനുള്ള മയക്കുമരുന്നിന് അടിമകളായുള്ള യുവാക്കന്മാർ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കവർച്ച നടക്കുന്നു, ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടുന്നു, വ്യക്തികൾ ബുദ്ധിമുട്ടുന്നു. അതൊരുപക്ഷെ ദാരിദ്ര്യമാകാം. ദാരിദ്ര്യം എന്ന അത്തിയെ യേശുവിൻ്റെ നാമത്തിൽ ശപിക്കുക. ഉണക്ക് ബാധിക്കും, അത് മുഴുവൻ കരിഞ്ഞു പോകും. കർത്താവ് ആവശ്യമുള്ളതായ സമൃദ്ധിയിലേക്ക്, കർത്താവ് ആവശ്യമുള്ളതിലേക്ക് കർത്താവ് നമ്മെ നടത്തും. ഇന്ന് മുതൽ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ മലയോട് ഇവിടെ നിന്ന് ചാടിപ്പോകാൻ, കടലിലോട്ട് ചാടാൻ പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് പറഞ്ഞു. ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ അത് സംഭവിക്കും. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിൽ വിശ്വസിക്കുക. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന, നിങ്ങളെ കഷ്ടപ്പെടുത്തുന്ന പലതും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ അതിൻ്റെ വേര് ഉണങ്ങുകയാണെന്ന് ഞാൻ പ്രവചിച്ച് പ്രഖ്യാപിക്കുക. കർത്താവ് ജനത്തെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ക്ഷയരോഗം മാറിപ്പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പല ശരീരങ്ങളും ബാധിച്ചിരിക്കുന്ന ആസ്മാരോഗം, ആത്തിയെ ശപിച്ചതുപോലെ ഞാൻ ശപിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ജനങ്ങളുടെ ജീവിതത്തെ കാർന്ന് തിന്നുന്ന, ആരോഗ്യത്തെ കാർന്ന് തിന്നുന്ന എന്തൊക്കെയുണ്ട് അതിനെ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ, യേശു അത്തിയെ ശപിച്ചതുപോലെ ഞാൻ ശപിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങളും അത് ചെയ്യുക. അതിൻ്റെ വേരുണങ്ങും. പെട്ടെന്ന് റിസൾട്ട് കണ്ടില്ലേ പോലും അതിൻ്റെ ഉണക്ക് നിങ്ങൾ കാണാൻ തുടങ്ങും. ഈ വർഷം തന്നെ ചില വിടുതലുകൾ ഭയങ്കരമായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രോഗങ്ങളെല്ലാം സൗഖ്യമാകട്ടെ. കൈകൾ നീട്ടിപ്പിടിക്കുക. വിടുതലുകൾ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.